നമസ്കാരം, ഞാൻ ദിനേഷ് സോബർണിക. ഞാനേ റോസിൻ്റെ കുറേ വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഞങ്ങൾക്കത് പറഞ്ഞു തരണം, എങ്ങനെയാണ് റോസിൻ്റെ പരിപാലനം എന്ന്. മഴക്കാലത്ത് റോസിന് പൂവുണ്ടാവുമോ എന്ന്. ഈ വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം, ഇന്നലെ ഒരു വീട്ടമ്മ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ ചെണ്ടുമല്ലിക്ക് ഏത് ദിവസം തൈ നടണം, എന്ന് ഫസ്റ്റ് മൊട്ട് വരും എന്നൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ദിവസം തന്നെ മൊട്ട് വരുന്നു പറയണത്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എൻ്റെ കഴിവോ മാജിക്കോ ഒന്നല്ല. ഞാൻ ആകെ ചെയ്തത്, ഞാൻ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ വർഷം ഈ വർഷവും കൃഷിയായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ചെണ്ടുമല്ലി പാലക്കാടും ചെയ്തിട്ടുണ്ട്, അട്ടപ്പാടി ഒരു സ്ഥലത്തും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ തൈ നട്ടിട്ട് ഓരോ ഘട്ടവും ഞാൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്ന് പൂവുണ്ടാവുന്നു, എന്ത് മാറ്റം വരുന്നു, ഏത് വളം കൊടുക്കുന്നു എന്ന് പഠിച്ച് ചെയ്ത അനുഭവങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതുപോലെ ഓരോ ചെടി, ഇപ്പോൾ റോസ് മാത്രം വീട്ടിൽ വളർത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, അവർ റോസാണ് അവർക്ക് ഇഷ്ടം, ഏറ്റവും കൂടുതൽ റോസാ വളർത്തുന്നത്. പക്ഷെ മഴക്കാലമായ കുറേ ചീഞ്ഞ് മുരടിച്ച് നിൽക്കും, അല്ലെങ്കിൽ പൂവുണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. എങ്ങനെ ഞാൻ തീരുമാനിക്കുകയാണ് എന്ന് എൻ്റെ ചെടിയിൽ മുട്ട് വരുന്നത്, അന്ന് റോസിൽ പൂ ഇടിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ചെണ്ടുമല്ലിയിൽ ഞാൻ എങ്ങനെ പൂ ഇടിപ്പിക്കുന്നു, അതുപോലെ റോസിനും സാധിക്കും. അതിൻ്റെ ഒരു ബേസിക് ക്ലാസ് ആട്ടോ ഇപ്പോൾ നൽകുന്നത്. ഇപ്പോൾ റോസാ ചെടി ഇപ്പോൾ ഒരു കണ്ടില്ലേ, 25 രൂപ 35 രൂപയ്ക്ക് കൊടുക്കുന്ന റോസാ ചെടി. അപ്പോൾ ഞങ്ങളിവിടെ 35 രൂപയ്ക്ക് കൊടുക്കുന്ന റോസാ ചെടിയിൽ എത്ര കൊമ്പുണ്ട് നോക്കും, 4 കൊമ്പ് ഉണ്ട്. 1 2 3 4. ഇത് വേണമെങ്കിൽ 2 കൊമ്പ് എടുത്തു കഴിഞ്ഞാൽ 5 ആയി. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ അത് 6 ആയി. അങ്ങനെ എത്ര വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നല്ല കരുത്തുള്ള എത്ര പോകുന്ന ഒരു റോസാ ചെടി എടുത്തില്ല. ഈ ചെടിയിൽ ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞു. പൂവുണ്ട്, ഇതിൽ പൂവുണ്ടായിരുന്നു, ഞങ്ങൾ മുറിച്ചതാണ്. ഇതിൽ പൂവുണ്ടായിരുന്നു, അത് കഴിഞ്ഞതാണ്. ഇത് ഇപ്പോൾ മരടിച്ച് നിൽക്കുക. അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ട ഒരു റോസാ ചെടി എടുക്കുക. മഴക്കാലോ വേനൽക്കാലോ എന്നൊന്നും നോക്കണ്ട. നിങ്ങൾ ചെടിയിൽ ഇപ്പോൾ പല ആൾക്കാരും ചെയ്തില്ല, മണ്ണ് പൊളിച്ച് കളയും. മണ്ണ് പൊളിച്ച് ചെത്തിക്കളയുമ്പോൾ വേര് പൊട്ടരുത് കേട്ടോ. ചില ആൾക്കാർ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുഴിച്ചിടും. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. ഞാനതൊന്നും പറയില്ല. ഞാൻ മണ്ണ് ഇങ്ങനെ കളയാനും പറയില്ല. ഈ മണ്ണ് നല്ലോണം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ആവുണ്ടെങ്കിൽ മാത്രം സൈഡ് കത്തിയോണ്ടും എല്ലാം 4 ഭാഗവും ചെത്തിക്കളയുക. ചെത്തുമ്പോൾ വേര് പൊട്ടരുത്, സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുറിച്ച് കളയണം. മണ്ണ് മെല്ലെ മെല്ലെ അടർത്തി കളയണം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തി എടുത്താലും മതി. ആ കത്തിയോണ്ട് മുറിക്കുമ്പോൾ ചിലപ്പോൾ വേര് പൊട്ടും. അങ്ങനെ ആദ്യം ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു റോസാ ചെടി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് കളയുക. ചളിമണ്ണാണെങ്കിൽ, ചുവന്ന മണ്ണാണെങ്കിൽ കളയണ്ട കേട്ടോ. ചളിമണ്ണ് പോലത്തെ പേസ്റ്റ് ആണെങ്കിൽ കളയുക. അങ്ങനെ കളഞ്ഞതിൻ്റെ ശേഷം നിങ്ങളൊരു പോട്ടിംഗ് മിക്സ് ഏറ്റവും ബെസ്റ്റ് പോട്ടിംഗ് മിക്സ് മണലും കരിയിലയുടെ പൊടിയും മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയാണ്. എല്ലുപൊടിക്ക് കിട്ടില്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് മണ്ണ്, മണല്, കരിയിലയുടെ പൊടി, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി ഒക്കെ കുറഞ്ഞ അളവിൽ, ഇപ്പോൾ നമ്മൾ ഓരോ കയ്യിൽ എടുക്കുന്ന അത്രയും അളവിൽ വളങ്ങൾ എടുത്താൽ മതി. മണ്ണും മണലും കുറച്ച് കൂടുതൽ എടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തേക്ക് വാമിട്ട് കൊടുക്കുക. വാം എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മുന്നേ പറഞ്ഞു. വാമിട്ട് കൊടുക്കുക. വാമിട്ട് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കോ സിമെന്റിന്റെയോ മണ്ണിന്റെയോ ചെടിച്ചട്ടിയുടെ അടിഭാഗം ഒരു കല്ലൊക്കെ വെച്ചിട്ട് ഓട്ടയ്ക്ക് ഒന്ന് ക്ലിയർ ചെയ്യലോ, അതിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കുറച്ച് മിക്സ് അതിൻ്റെ മേലെ ഇട്ടിട്ട് ഈ ചെടിയുടെ മണ്ണ് കവർ ഇങ്ങനെ പൊളിച്ചിട്ട് ആ പൊളിച്ചിട്ട് മണ്ണൊക്കെ കുറച്ച് ചെത്തിക്കളഞ്ഞിട്ട് ഈ ചെടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ചുറ്റുഭാഗത്തേക്ക് മണ്ണ് ഇങ്ങനെ, അതായത് പോട്ടിംഗ് മിക്സ് ഇങ്ങനെ നിറയ്ക്കുക. ചകിരിച്ചോറ് കൂടുതൽ ചേർക്കണ്ട, വളരെ കുറച്ച് ചകിരിച്ചോറ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ചെടി അടിയിലേക്ക് പോയി തോന്നുകയാണെങ്കിൽ ഈ തണ്ട് പിടിച്ചിട്ട് ഒന്ന് മെല്ലെ ലിഫ്റ്റ് ചെയ്യുക, ഒന്ന് പൊന്തിക്കുക, ലേശം പൊന്തി വെക്കണം. ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കരുത്. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് മഴയത്ത് വെക്കുക. മഴയത്ത് വെക്കുമ്പോൾ നിലത്ത് വെക്കുന്നതിന് പകരം 2 ഇഷ്ടികയുടെ മേലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടല്ല കുറച്ചൊരു കല്ലിൻ്റെ ഉയരത്തിൽ കയറ്റി വെച്ചാൽ പുറത്തുനിന്നുള്ള വെള്ളം തെറിക്കൽ പോകും. ഇതിൽ ഒരു പ്രശ്നം വരുന്നത്, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു, നിലത്ത് വെച്ച് ചട്ടിയുടെ എല്ലാ ഇലയും ആകെ എന്താ പറയുക, പൂപ്പൽ പിടിച്ചിട്ട് ഇങ്ങനെ കളറായി നിൽക്കുക. അതിൻ്റെ കാരണം എറവെള്ളം എന്ന് പറയും. നമ്മൾ കോൺക്രീറ്റിൻ്റെ മേലെ കൂടി ഒലിച്ച് താഴേക്ക് ചാടുന്ന വെള്ളം തെറിച്ച് റോസിൻ്റെ ഇലയ്ക്ക് വരുമ്പോൾ അവിടെ മറ്റ് ഫംഗസുകളൊക്കെ, ബാക്ടീരിയ പലതും മണ്ണിൽ നിന്ന് തെറിച്ചിട്ട് ഇതിലേക്ക് വരും. അത് ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും 1 അടി 1.5 അടി ഉയരത്തിൽ റോസാ ചെടി വെക്കണം. കാരണം നിലത്തുനിന്ന് തെറിക്കുന്ന വെള്ളം ഒരിക്കലും ചട്ടീൻ്റെ ഉള്ളിലേക്കോ ഇലയുടെ മേലേക്കോ എത്തരുത്. ആ ഹൈറ്റിൽ വെച്ചോളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർത്താൻ പറ്റിയ ഒരു മാർഗ്ഗമാണ്. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഹൈറ്റിൽ വെക്കുക. അങ്ങനെ ഹൈറ്റിൽ വെച്ചിട്ട് 1 മാസം തുടർച്ചയായിട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ മഴക്കാലാണ്, വെള്ളമൊന്നും ഒഴിക്കണ്ട.
അങ്ങനെ വെക്കുക. ഈ തൈ നട്ടിട്ട് 2 ദിവസം ഒന്ന് തണലത്ത് വെച്ചോളൂ. വാമ് ഒന്ന് അതിലേക്ക് കയറി പറ്റി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മഴയിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. അങ്ങനെ അവിടെ 1 മാസം ഒരു വളവും അടിക്കേണ്ട നിങ്ങൾ അങ്ങനെ വളർത്തി പോവുക. അപ്പൊ അതിൽ മുട്ടുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. 1 മാസം നോർമലായിട്ട് വളർത്തുക. മഴ ഇല്ലെങ്കിൽ മാത്രം വെള്ളം കൊടുക്കുക. 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നിങ്ങൾ വാങ്ങുമ്പോൾ മുട്ടുണ്ടായിരിക്കുക. ആ മുട്ട് ഇപ്പൊ ഇതിൽ 4 കൊമ്പുണ്ട്. ഈ 1 മാസം ആകുമ്പോഴേക്കും ഈ വേര് അതിൽ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കണക്ക് 1.5 മാസം ചട്ടിയിൽ വളർത്തി 1.5 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പ്രൂണിങ് ആണ്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൊമ്പ് മുറിച്ചിട്ട് മൾട്ടിപ്പിൾ ബ്രാഞ്ച് വരുത്തുന്ന പരിപാടിയാണ് പ്രൂണിങ്. അതിനെന്ത് ചെയ്യാറിയോ? ആദ്യം എല്ലാവരും കത്രിക എടുത്തിട്ടാണ് മുറിക്കും. അതല്ല ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം 1.5 മാസം കഴിഞ്ഞാൽ ഈ ചെടിയുടെ കടക്കിലേക്ക് ഒരു 4 5 തരി അല്ലെങ്കിൽ 1/4 സ്പൂണ് DAP ഇട്ട് കൊടുക്കുക. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നൈട്രജൻ കൂടിയ യൂറിയയോ DAPയോ ഫാക്ടംബോസോ ഏതെങ്കിലും വളരെ കുറച്ച്. രാസവളാണെങ്കിൽ, ജൈവവളാണെങ്കിൽ 1 പിടി അല്ലെങ്കിൽ 2 പിടി മണ്ണിര കമ്പോസ്റ്റ് ഇതിന്റെ കടക്കിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മണ്ണ് ഇളക്കി കൊടുക്കുക. എല്ലുപൊടി വേണ്ട കേട്ടോ, മണ്ണിര കമ്പോസ്റ്റ് മാത്രം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പറ്റുമെങ്കിൽ കടലപ്പിണ്ണാക്കിന്റെ വെള്ളം പുളിപ്പിച്ചിട്ട് ഒന്ന് ഇതിന്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇലയമി ഒഴിച്ചു കൊടുക്കുക. അത് അങ്ങനെ പോട്ടെ. ഇനി കടലപ്പിണ്ണാക്കിന്റെ വെള്ളം ഇതിന്റെ ഇലയമേ നന്നായി ഒഴിച്ചു കൊടുക്കണം. ഇനി രാസരീതിയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ വളക്കൂട്ട് നിങ്ങൾക്ക് അറിയാലോ, ഈ ഗ്രീൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഈ വളം അറിയാലോ, ഗ്രീൻ കെയർ. ഇത് 30-10-10 എന്ന് അറിയാലോ അല്ലെ ഇതിന്റെ വളം. ഈ 30-10-10 എന്ന് പറയുന്നത് ചെടി വളർച്ചയ്ക്കുള്ള, കായിക വളർച്ചയ്ക്കുള്ള സാധനം. ഈ ബോട്ടിലുള്ളത് ഇത് വേറെയാണ്, പക്ഷെ ഗ്രീൻ കെയറിന്റെ 30-10-10 കായിക വളർച്ചയ്ക്കുള്ള. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആദ്യം ഞാൻ പറഞ്ഞു DAP ലേശം ഇട്ട് കൊടുത്തു. 1.5 മാസം കഴിഞ്ഞിട്ട് ലേശം DAPയോ യൂറിയോ ഫാക്ടംബോസോ ഇട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം രാസരീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇതിന്റെ മേലെ എന്ത് കൊടുക്കണം? നന്നായിട്ട് 30-10-10 എടുക്കുക. അതായത് 1 സ്പൂൺ 5 ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ള തോതിൽ എടുത്തതിന് ശേഷം ചെടിയുടെ മേലെ 2 ദിവസത്തെ ഇടവേളകളിൽ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക. ഇന്നടിച്ചാൽ നാളെ വേണ്ട, മറ്റന്നാള്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ഒരു 3 തവണ അടിക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് ചെടി നല്ല മഴയല്ലാത്ത സമയത്താട്ടോ ചെടി എന്ത് ചെയ്യും? വേര് വഴി നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ വലിച്ചെടുത്തിട്ട് ഒന്ന് ചെടീന്റെ ഈ കമ്പുകളിൽ സംഭരിക്കുള്ള ആഹാരം. അതുകൂടാതെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുള്ള ആഹാരം സംഭരിക്കുന്നതോടൊപ്പം 30-10-10 ഇതിലേക്ക് വലിച്ചെടുത്തതിൽ സ്റ്റോർ ചെയ്യും. വളമൊക്കെ സ്റ്റോർ ചെയ്യും, നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ. അപ്പൊ നമ്മൾ വളം കൊടുത്തു. 1.5 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ കടക്കിലോട്ട് കൊടുത്തു, ഇലയമീൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുക. രണ്ടും ലീഫ് ഫോളിയർ സ്പ്രേയും കടക്കിലും വളം കൊടുത്തിട്ട് 10-15 ദിവസം കഴിഞ്ഞിട്ട് ഈ ഹാർഡായിട്ടുള്ള തണ്ട് ഇതൊന്ന് അടുത്തേക്ക് വന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഹാർഡായിട്ടുള്ള ഈ തണ്ടില്ലേ, ഈ ഇളം തണ്ടല്ല, ഹാർഡായിട്ടുള്ള തണ്ടില് ഈ മുകുളങ്ങൾ വരുന്ന സ്ഥലങ്ങൾ കാണാം. അപ്പൊ ഇതില് ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, അത് പൊടിച്ചു വരും. ഇവിടെ ബ്ലാക്ക് ആയിട്ട് മുകുളം കാണാം, ഇതിന്റെ ഉള്ളില് വൈറ്റ് നോഡുകൾ കാണാം. ഞാൻ എന്ത് ചെയ്യാണ്? ഈ കൊമ്പിനെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാ? മുറിക്കാം. ഈ കൊമ്പ് ഇവിടെ വെച്ച് മുറിച്ചു. ഈ കൊമ്പിലെ മുകുളങ്ങളുള്ള നല്ല പച്ചപ്പുള്ള കൊമ്പാണ്. ആ കൊമ്പിന്റെ ഈ ജോയിന്റ് കഴിഞ്ഞിട്ട് 1-2 ജോയിന്റ് കഴിഞ്ഞിട്ടുള്ള മുകുളങ്ങൾ നോഡുകളുടെ അവിടെ വെച്ചിട്ട് അതും മുറിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കൊമ്പിന്റെയും ഒന്ന് മുറിച്ചു. അപ്പൊ ഈ കൊമ്പ് മാത്രമാണ്. ഇനിയിപ്പോ അതും ഞാൻ മാത്രം അത് ഒഴിവാക്കുന്നില്ല. അതിന് പകരം ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ 2 കൊമ്പില്ലേ, ഈ ഒരു കൊമ്പ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ലേ, അതിന്റെ തൊട്ട് താഴെയുള്ള സ്പേസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും മുറിച്ചു. ഇപ്പൊ ഇതിന്റെ മേലെ ഒന്നുമില്ല കേട്ടോ, ഒരു ഇല പോലും ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. 10-15 ദിവസം മുന്നേ ഈ ചെടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയന്റ് കൊടുത്തു. ഇനി ഈ ചെടി വലിച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുക എന്നറിയോ? ലീഫ് പോയി, ചെടിക്ക് ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ ഒന്നും ഇല്ല ഇതിന്റെ മേലെ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ സംഭരിക്കപ്പെട്ട ആഹാരമുണ്ട്, അത് റിലീസ് ചെയ്യണം. ഒരു ചെടി അതിന്റെ ഫുഡ് റിലീസ് ചെയ്യുന്നത് ഇല വഴി ഓക്സിജൻ പുറത്തു വിടുന്നത് പോലെ തന്നെ ഇല ഉണ്ടാക്കിയിട്ട് വേണം അത് റിലീസ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ മേലെയുള്ള ഇപ്പൊ ഇതിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഒരു മുകുളം ഓൾറെഡി ഉള്ളതാണ്, ഇതുകൊണ്ട് ഈ മുകുളമുണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട് 2 മുകുളങ്ങളുണ്ട്. ഈ 2 മുകുളങ്ങളും, ഈ 2 മാത്രമല്ല ബാക്കി എല്ലാ കൊമ്പത്തെ മുകുളങ്ങളും വളരെ വേഗത്തിൽ ഉത്തേജിപ്പിക്കപ്പെട്ട് അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇല ചെറുതായിട്ട് വരാൻ തുടങ്ങും. ഈ അവസരത്തിൽ ഇത് നാമ്പുകളായിട്ട് പുറത്തേക്ക് വരുന്ന അവസരത്തിൽ ഒരു ശത്രുക്കളെ നമ്മൾ അറ്റാക്ക് ചെയ്യും. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇതിന്റെ അറ്റത്ത് വരും. കാരണം അത്രയും ചെറിയ ഇലകള്, നാമ്പിലകളിലെ നീരൂറ്റി കുടിക്കാൻ പ്രാണികൾ വരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഈ മുകുളം, അപ്പൊ നമ്മൾ മുറിച്ചതിന് ശേഷം ഒരു 3-ാം ദിവസം തൊട്ട് ഈ മുകുളം പുറത്തേക്ക് വരുമ്പോൾ ഡെയിലി വേപ്പെണ്ണി സോപ്പും കഞ്ഞിവെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുക. രാസ കീടനാശിനി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത് വേപ്പെണ്ണി സോപ്പും കഞ്ഞിവെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ നാമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും.
നാമ്പ് പുറത്തേക്ക് വന്നിട്ട് 1 ഇഞ്ച് നീളത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ 30-10-10 എന്ന് പറയുന്ന NPK വളം അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇതിലേക്ക് ഇങ്ങനെ ഒരു 4 ദിവസത്തെ ഗ്യാപ്പിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ കുറച്ച് കടക്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെയ്താൽ ഈ നാമ്പുകൾ പുറത്തേക്ക് വരും. നാമ്പ് പുറത്തേക്ക് വന്നിട്ട് 15 ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യം എന്താണ്? പൂ ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായിക്കില്ലോ? 15 ദിവസം കഴിഞ്ഞ് നാമ്പ് വന്ന് 15ാമത്തെ ദിവസം വെട്ടിയിട്ട് 15 ദിവസം അല്ല പറയണത്, നാമ്പ് നീണ്ടിട്ട് ഒരു 1 ഇഞ്ച് ഒക്കെ 1.5 ഇഞ്ച് 2 ഇഞ്ച് ഒക്കെ ആവുക, 1 ഇഞ്ച് കഴിഞ്ഞ വലുപ്പത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സാധനം 13-27-27 എന്ന് പറയുന്ന പൂ ഉണ്ടാവാനുള്ള മൈക്രോ മാക്രോ ന്യൂട്രിയൻസിന്റെ ഗ്രീൻ കെയർ എടുത്തിട്ട് ഇതിന്റെ മേലെ അപ്പോഴേക്കും നാമ്പ് പുറത്ത് വന്നു തുടങ്ങി, കുറച്ച് വലുപ്പമായി, ആ വളർച്ചയായി തുടങ്ങി. അതിന്റെ മേലെ ഒരു 3 ദിവസത്തെ ഇടവേളകളിൽ 2 തവണയെങ്കിലും നിങ്ങൾ നിർബന്ധമായും 13-27-27 അടിച്ചു കൊടുക്കുക. പൊട്ടാസ്യം കൂടിയത് വേറെ ഏതാണെങ്കിലും അടിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ സാധാരണ ഉള്ള പൊട്ടാഷ് ഒരു 1/4 സ്പൂണ് നിങ്ങളെ ചെടിച്ചട്ടിയുടെ അരികു വശത്തിട്ട് കൊടുക്കുക. ഇപ്പൊ എന്ത് കിട്ടി? ചെടിക്ക് നേരത്തെ നൈട്രജൻ കണ്ടന്റ് വെച്ചിട്ട് നാമ്പുകൾ പുറത്തു വന്നു. ഇപ്പൊ കൊടുത്ത പൊട്ടാസ്യം കണ്ടന്റ് ഉപയോഗിച്ചിട്ട് ആ നാമ്പുകളിൽ പൂവിടാനുള്ള സ്വഭാവത്തിലേക്ക് എത്തി. ഇനി ഒരു 10 ദിവസം നമ്മൾ ഈ നാമ്പ് കണ്ട് ഈ പൊട്ടാസ്യം വളം കൊടുത്തൊരു 10 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ അഗ്രത്തിൽ തന്നെ അതിന്റെ മുന്നേ തന്നെ ചിലപ്പോൾ ഒരു ചെറിയ മൊട്ട് വരാൻ തുടങ്ങും. മൊട്ട് വരാൻ തുടങ്ങിക്കണ്ടാൽ പിന്നെ അപ്പോഴേക്ക് ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു തവണ കൂടി ലൈറ്റായിട്ട് പൊട്ടാസ്യം കണ്ടന്റുള്ള ജൈവോ രാസോ വളങ്ങൾ ഇട്ട് കൊടുക്കുകയും ഇതിന്റെ സ്പ്രേ 13-27 പോലത്തെ പൂവുണ്ടാവാനുള്ള പൊട്ടാസ്യം കൂടിയ വളങ്ങൾ സ്പ്രേ ചെയ്യുകയും ചെയ്താൽ 28-30-35 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ബ്രാഞ്ചിലും പൂ വരും. അതും വലിയ പൂവായിരിക്കും കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയും. ഇതിന്റെ ഇടയിൽ കീടങ്ങൾ വരാം, അതിനുള്ള കാര്യങ്ങൾ വേറെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ റോസാ ചെടിയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങും തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന ആളുകളോ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളോ അവധി ദിവസങ്ങളിൽ നിങ്ങൾ വിളിക്കുക. അപ്പൊ നമുക്കൊരു സന്തോഷം കൂടിയാണ്. താങ്ക്